എല്ലിന് ഫ്രാക്ചർ ഉണ്ടായ സമയത്ത് നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒരു എല്ലിന് ഫ്രാക്ചർ ഉണ്ടായി കഴിഞ്ഞാൽ ആദ്യമായിട്ട് നമ്മൾ റെസ്റ്റ് കൊടുക്കണം. ഇത് കാലിനാണ് പറ്റിയതെങ്കിൽ അത് വെയിറ്റ് ബെയറിംഗ് കൊടുക്കുക. കയ്യിലാണെങ്കിൽ വെയിറ്റ് ലോഡ് ചെയ്യുന്നത് അവോയ്ഡ് ചെയ്യുക. രണ്ടാമത് ശ്രദ്ധിക്കേണ്ടത് ഐസ് പാക്ക് അപ്ലിക്കേഷൻ കൊടുക്കണം. നമ്മളെ ഫ്രാക്ചർ സൈറ്റിൽ ഐസ് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാതെ ഒരു പ്ലാസ്റ്റിക് കവറിലോ അല്ലെങ്കിൽ ഒരു ക്ലോത്തിലോ റാപ്പ് ചെയ്തിട്ട് ഫ്രാക്ചർ സൈറ്റ് വെച്ച് ഇത് ബ്ലീഡിങ് കുറയ്ക്കുകയും അതുപോലെ തന്നെ നീർക്കെട്ട് കുറയ്ക്കുകയും ചെയ്യും. മൂന്നാമത് നമ്മൾ ചെയ്യേണ്ടത് കാല് ഒന്ന് ലിംബ് എലവേഷൻ ആണ് ചെയ്യേണ്ടത്. കാലൊന്ന് കുറച്ച് പൊക്കി വെച്ച് കഴിഞ്ഞാൽ കാലിന്റെയോ കൈന്റെയോ നീർക്കെട്ട് കുറഞ്ഞു വരികയും ചെയ്യും. നാലാമത് ഇമ്മൊബിലൈസേഷൻ. ഒരു ചെറിയ പഴയ പ്ലാസ്റ്ററിന്റെ കഷ്ണമോ അല്ലെങ്കിൽ നമ്മുടെ വീടുകളിലൊക്കെ ആണെങ്കിൽ കാർബോർഡിന്റെ കഷ്ണമോ അല്ലെങ്കിൽ ചെറിയ സ്പ്ലിന്റ് ആയിട്ട് ചെറിയ സ്കെയിലോ വെച്ച് ജെന്റിലായിട്ട് കെട്ടിക്കഴിഞ്ഞാൽ, വളരെ ടൈറ്റായി കെട്ടരുത്, ജെന്റിലായി കെട്ടി ഉടൻ തന്നെ അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുക.